ഹലോ. 1950 കാലഘട്ടത്തിലെ അമ്മച്ചിയുടെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകളാണ് കേട്ടോ നമ്മളോട് പങ്കുവെക്കുന്നത്. കൂടുതലായിട്ട് കൃഷിക്കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്ത് വീടുണ്ട്, അമ്മയുടെ അമ്മാച്ചന്റെ വീടുണ്ട്. അവിടെയൊക്കെ പോയി കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കും. ഈ കൃഷിക്കാരൊക്കെ പറയാം, ഈ മഴ വരുമ്പോ എങ്ങനെയാ ഭക്ഷണമൊക്കെ പണ്ടത്തെ കുട്ടിക്കാലത്ത്? നമ്മുടെ ഒരു 5 വയസ്സ് വരെ സ്കൂളിലാണ്, 6ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാ ഇടയ്ക്ക് വെച്ചൊന്നും ഒരു ചാപ്പാടൊന്നും ഇല്ല. പിന്നെ ചക്ക രാവിലെ എന്തോ കഴിക്കുന്നേ? രാവിലെ പഴങ്കഞ്ഞി. അമ്മ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ തലേ ദിവസം ബാക്കി വരുന്ന ചോറാണോ അതൊക്കെ രാത്രി വെക്കും? രാത്രി പിന്നെ ചോറ് ഇരക്ക് പഴങ്കഞ്ഞി ചോറ് ഇരിക്കും. ഉച്ചയ്ക്ക് വെക്കുന്നത് ഇരിക്കും, പല നിറച്ചും വെക്കുകയായിരിക്കും. ഉച്ചയ്ക്കാ വെക്കുന്നത് അല്ലേ? അതിന്റെ ബാക്കി തന്നെ രാവിലെ. പിന്നെ തികഞ്ഞില്ല, വേലക്കാരൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ വേലക്കാരെ നിർത്തുമായിരുന്നു പണിക്കൊക്കെ ഇഷ്ടം പോലെ. അവർക്കും ഭക്ഷണം ഉണ്ടാകും. അത് നമ്മളൊരു കണ്ടത്തിലെ കൃഷിക്ക് ഒരു വേടത്തി ഉണ്ട്, അവരോട് കുഞ്ഞുകുട്ടി ഇന്ന ദിവസം 10 വരെ കൊണ്ട് വരണേ എന്ന് പറഞ്ഞാൽ അവള് ചിലപ്പോൾ 12 വരെ കൊണ്ട് വരും. അവർക്ക് പിന്നെ രാവിലെ ചോറും വെച്ച്, തികയത്തില്ലെങ്കിൽ ചോറും വെച്ച് ചീനിയും വേടിച്ച് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി മുറ്റത്ത് വന്ന് നിരന്നിരിക്കും. വലിയ മുറ്റമായിരുന്നു. അത് എനിക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങൾ അവിടെ കൊയ്യാൻ പോയപ്പോഴൊക്കെ ഇരിക്കും. പാള കുത്തുവാള കൊണ്ടുവന്ന് പാളയും വെച്ചോണ്ട് ചെറിയൊരു കുഴി ഒഴിച്ച് കഞ്ഞി ഒഴിക്കായി കഞ്ഞിയായിരിക്കും. പാളയം കൊണ്ട് കുത്തിയ പാത്രത്തിലാണ് അന്ന് കഞ്ഞി കുടിക്കുന്നത്. കഞ്ഞി കൊടുക്കും. അന്നേരം കഞ്ഞി കൊണ്ട് കൊടുത്ത് കറിയെല്ലാം കൊണ്ട് കൊടുത്തിട്ട് രണ്ടാമത് ഞാൻ പറയുന്നുണ്ടമ്മേ അവര് കുടിച്ചിരിക്കുന്നമ്മേ. അമ്മച്ചിക്ക് അമ്മ ഭയങ്കര മനസ്സലിവാ. കുടിച്ചിരിക്കുന്നമ്മേ എന്ന് പറയുമ്പോ എല്ലാം മക്കൾക്ക് വാരിക്കെട്ടി വെക്കുക, നീ അലയ്ക്കാതെ എന്നത്. അന്നേരം അതെല്ലാം അവര് കുടിച്ചെല്ലാം പോയി പണിയും ചെയ്തു. കണ്ടത്തിലെ പണിയൊക്കെ ചെയ്തേച്ച് വരുമ്പോ ഇടങ്ങഴിയോ 2 ഇടങ്ങഴിയോ നെല്ലളന്ന് കൊടുക്കും. അത് അവരെങ്ങനെയാ മേടിച്ചോണ്ട് പോകുന്നേ? നെല്ല് എന്തി കൊണ്ടുപോകും? നെല്ല് എന്തിനാ അവര് കൊണ്ടുപോകുന്നേ? അവര് പാളെ തന്നെ പൊതിഞ്ഞു വെക്കും. അല്ലെ പിന്നെ വട്ടയില പറിച്ചോണ്ട് വരുവാണ്. വട്ടയില പൊതിഞ്ഞു വെക്കും. കൊച്ചുങ്ങളുള്ളവരൊക്കെ അല്ലയോ, പരാതനമൊക്കെ ഉള്ളവരെ ഇടത്തികളല്ലയോ. അങ്ങനെ ചില ദിവസം മുതിക്ക് കൺട്രാക്ട് മുതിക്ക് ശരി ഇപ്പം കയറി വരുമ്പോ അമ്മ കാണത്തില്ല. കൺട്രാക്ടർ അവരെല്ലാരെയും വിളിച്ചോണ്ട് വരും. കൺട്രാക്ടർ അതിന് പേര് പറഞ്ഞല്ലോ അമ്മ. കൺട്രാക്ടർ എന്ന് പറഞ്ഞ അമ്മച്ചി സൂപ്പർവൈസർ. സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ അവരോടങ്ങ് ആരെയാണ്? കുഞ്ഞിപ്പെണ്ണോ? പേരെന്ന് പറഞ്ഞ കുഞ്ഞിപ്പെണ്ണുകുട്ടി. കുഞ്ഞിക്കുട്ടിയാണ് എല്ലാവരെയും വിളിച്ചോണ്ട് വന്നോ. അന്നേരം ആണുങ്ങളെ വിളിച്ചാലും നമ്മുടെ വേലക്കായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. രാമ നാളെ 5-6 പേര് വേണമല്ലോടാ, വൈകി പണിയുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ടുവരും. അങ്ങനെ ആണുങ്ങളുടെ പണിക്ക് എല്ലാ ആളുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം നെല്ല് വിതയ്ക്കുമോ? കൃഷി എത്ര പ്രാവശ്യം ഒരു വർഷത്തില്? ഒരു കൊല്ലം കൃഷി എത്ര പ്രാവശ്യം ചെയ്യണം? 2 കൃഷി, മകരത്തിലും ചിങ്ങത്തിലും. അങ്ങനെ ഈ കൃഷിയുള്ളപ്പോ ഇവരിങ്ങനെ നെല്ലൊക്കെ കൊണ്ട് പോയി ഇവരെല്ലാം ചെയ്യും. അപ്പൊ ഇനി കൃഷി എടുക്കൂലേ? കൊയ്ത്ത് കാലം എങ്ങനെയായിരുന്നു? കൊയ്ത്ത് കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊയ്ത്തെന്ന് പറയുമ്പോഴത്തേക്ക് മകരത്തിലെ കണ്ടെത്തി കൊയ്ത്തിന് ഉണങ്ങിക്കിടക്കുന്നുണ്ട്. ഉണക്ക മറ്റേത് വെള്ളമായിരിക്കും, ഇവിടെ വരെ താഴും. മകരം എന്ന് പറയുമ്പോ ഫെബ്രുവരി മാസമൊക്കെ വരും. ഇംഗ്ലീഷ് മാസം. കർക്കിടകത്തിലെ കൊയ്ത്തിനെ ഇവിടെ വരെ പൊതയും. എന്നാലും കൊയ്ത്തുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വയലിൽ ഇറങ്ങി ചെല്ലുമ്പോൾ വയൽ നിറച്ച ആളാ വരണ്ടേ. തെക്കുംകര അമ്മയുടെ എനിക്കൊരു കൈപ്പതം കിട്ടിയാലും മതി. നിങ്ങൾ ഇത് ഇറങ്ങി കൊയ്ത്ത് എന്തോ വേലക്കാർക്ക് അമ്മ നമ്മുടെ അമ്മയാണ് തെക്കുംകര അമ്മ. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ നേരം വേലക്കാർക്കും കൊടുക്കും. പിന്നെ മറ്റുള്ള കൊയ്ത്തുകാർക്ക് ചിരിച്ചെങ്ങനെ കിട്ടും. അന്നേരം നിങ്ങൾ എന്തിനാ ഇതിനകത്ത് ഇറങ്ങി മെനക്കെടുന്നേ? ചിലപ്പോ വൈകിട്ടായിരിക്കും കൊയ്യാൻ ഇറങ്ങുന്നേ, ഒക്കെ കൊയ്ത് കയറിയല്ലോ. എന്തിനാ നിങ്ങൾ ഇറങ്ങി മെനക്കെടുന്നതെന്ന് ചോദിക്കും വൈകിട്ട്. അന്നേരം പറയും
പിന്നെ അച്ഛാ എനിക്ക് ഏറ്റേക്കെങ്കിൽ അമ്മയുടെ ഒരു കൈപ്പതം എന്ന് പറഞ്ഞാൽ ഒരു പിടി നെല്ല് കിട്ടിയാലും മതി. കൈപ്പതം എന്ന് പറഞ്ഞാൽ ഒരു പിടി നെല്ല്. 7-1 പദം കൊടുക്കുന്നേ. 7-1 7 നമ്മൾ അളന്നിട്ടേച്ച് ഒരിടങ്ങടി അവർക്ക് കൊടുക്കും. ഈ കണ്ടോണ്ടല്ലേ നിലം, ഞങ്ങളുടെ അവിടെ കണ്ടോന്നാ പറയുന്നത്. അമ്മ ഇപ്പൊ പറഞ്ഞില്ലേ നിലം, ഈ നിലത്തെന്ന് പറഞ്ഞ വയല്, നെൽവയലിൽ നിന്ന് കൊയ്തെടുത്തിട്ട് വീട്ടിലോട്ട് എങ്ങനെ ഇവര് കൊണ്ടുവരുന്നത്? ചുമന്നുകൊണ്ട് വരും. ഓരോരുത്തർ കൊയ്യുന്നത് 5-10 എടുക്കാവുന്നതനുസരിച്ച് ആട്ടിയിട്ട് വെക്കും. ചുമന്നുകൊണ്ട് വന്നാൽ അവരവരുടെ അതൊന്നും ഇനി ഇപ്പൊ കാണാൻ പറ്റത്തില്ലല്ലേ മെസ്സി നമുക്ക്? അവരവരുടെ കറ്റ ഇപ്പൊ അവിടെ ആരും കൃഷി ചെയ്യുന്നില്ലല്ലോ, ആരുമില്ല. അവരവരുടെ കറ്റ അവരവർ ചുമന്ന് കൊണ്ട് വെക്കും. പിറ്റേന്ന് അന്ന് അടുപ്പൊന്നുമില്ല, ചവിട്ടി പൊടിച്ച് തിരുമ്മി. എനിക്കറിയാം ഇങ്ങനെ ചിലപ്പം ചിലർക്കാണെങ്കിൽ 5 കാണത്തുള്ളൂ മൊത്തം. പിന്നെ അന്നേരം ഞാൻ അമ്മ അളന്നിക്കുന്നിടത്ത് ചെന്ന് നിൽക്കും. അമ്മച്ചി ഉടായ്പ കാണിക്കും. അന്നേരം നിൽക്കുമ്പോൾ അമ്മ പറയാം, എങ്ങനെയാടി നിനക്ക് ഇതിന് ഇടങ്ങഴി തരുന്നേ എന്ന് ചോദിച്ചു. എന്നാലും ഇടങ്ങഴി അങ്ങ് കൊടുക്കും. കൊടുത്തേച്ച് എത്ര ഇല്ലെങ്കിലും ഇങ്ങനെ 2-3 വട്ടം വെച്ചിട്ട് ആദ്യം നിറച്ച്, പിന്നെ അതിൽ കുറച്ച്, പിന്നെ അതിൽ കുറച്ച് കൈപ്പതം കിട്ടും. അത് തന്നെ ഇടങ്ങഴി കൂടുതൽ കാണും. അത് മേടിച്ചോണ്ട് അവർ സന്തോഷമായിട്ട് എനിക്ക് ഇത് മതി പറഞ്ഞങ്ങനെ പോകും. അങ്ങനെ പോയത് കൊണ്ടുവന്ന് കറ്റയും ചവിട്ടുന്ന പിന്നെ അതിനകത്ത് നെല്ലുണ്ടോന്ന് ഞങ്ങൾ പോയി നോക്കണം. ഒരുപാട് കിളികൾ വരും അത് കൊത്തി പറിക്കാൻ. പച്ചക്കിളി പച്ചക്കിളിയാണോ? പച്ചക്കിളി അയൽവക്കത്തുള്ളവരുടെ കോഴി ഇറങ്ങും. അതൊക്കെ പിന്നെ ഒത്തിരി കൊണ്ടുപോകും. ഇത് കഴിഞ്ഞിട്ട് ഈ മൊത്തം നെല്ല് നമ്മൾ വീട്ടിലേക്ക് എടുക്കുവാണോ ചെയ്യുന്നത്? മൊത്തം നെല്ല് വീട്ടിയെടുത്ത് പരമ്പിട്ട് ഉണക്കിയെടുത്ത് അമ്മ 2-3 ദിവസമായിട്ട് ഇരുന്ന് മെനക്കെട്ട് ഇരുന്ന് പാറ്റും. എന്നെ വിളിക്കും, മക്കളെ ഇതൊന്ന് പാറ്റടി. എന്തിനാ പാറ്റുന്നേ? പിന്നെ മാങ്കുപൈ. അത് അമ്മ അത് നെല്ല് കുത്തണ്ടേ? നെല്ല് കുത്തണ്ടേ? നെല്ല് കുത്തണേന് മുന്നേ പച്ചനെല്ല് പാറ്റണോ? പച്ചനെല്ല് പാറ്റണോ? കണ്ടത്തിന്ന് കൊണ്ടുവന്ന് ചവിട്ടി വെയിലത്തിട്ട് ചെറുപ്പം ഉണക്കി പാറ്റിപ്പറക്കി വെക്കണം. എന്നിട്ട് പിന്നെ വിത്തിന്റെ തന്നെ വേറെ എടുക്കും. വേറെ എടുത്ത് വേറെ 4-5 വെയിൽ ഉണക്കി അതിന്റെ കാമ്പൊക്കെ നോക്കി. അതിനായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോ പത്തപ്പത്തിൽ വിളിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നത് ഉണങ്ങിയോ നോക്കാം. പിന്നെ അതെല്ലാം ഉണക്കി വാരി ഒരു മൂല കൊണ്ട് കൂട്ടിയിട്ട് എല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് അമ്മ വരെ അനേരീശ്വരടുത്ത് പുരണ്ടിയിട്ടിരുന്ന് പാറ്റും. 2-3 വെയിൽ കൊടുക്കാനുള്ളത് 2-3 വെയിൽ ഉണക്കിയിട്ടാൽ പിന്നെ ഇത് തൂറ്റും മുറത്തി പിടിച്ച് ഇങ്ങനെ കൊടുക്കാനുള്ളത്. ഒരാള് കൊട്ടയിൽ ഇങ്ങനെ ഇടുമ്പോ വേറൊരാള് നിന്ന് വീശി കൊടുക്കും. കൊടുക്കാനുള്ളത് ഇങ്ങനെ അങ്ങ് തൂറ്റും. എന്തോരം കിട്ടും നമുക്ക് നെല്ല് കൊടുക്കാനുള്ളത് ചാക്ക്, വലിയ ചാക്കിന്. അല്ല നമുക്ക് എത്ര കിട്ടും? കുറെ ചാക്ക് കിട്ടുമോ? ഒത്തിരി കിട്ടും. അത് ആർക്കാ കൊടുക്കുന്നത്? വെള്ളമായിരിക്കും. ആർക്കാ കൊടുക്കുന്നത്? നെല്ലെടുപ്പുകാർക്ക് കൊടുക്കും. എന്നിട്ട് നമുക്കൊരു കണക്കുണ്ട്. അരി മാറ്റി 100 കിലോയുടെ ഒരു ചാക്ക്, വലിയ ചാക്ക്. ബാക്കി അരി നമ്മൾ ഇഷ്ടം പോലെ വെന്ത് വേവിച്ച് കഴിക്കുവോ? അമ്മ എങ്ങനെയാ വലിയമ്മ? ബാക്കിയുള്ളത് ഒരു വെയിലൂടെ ഒക്കെ ഉണക്കി പാറ്റിയിട്ട് ഇച്ചിരി വെള്ള രീതികളുണ്ട് പാറ്റാവരും. അത് പത്തായത്തി ഇറങ്ങിയത് തുരക്കാതിരിക്കാൻ പത്തായം ഉണ്ട്. അതായത് പലക കൊണ്ട് ഇങ്ങനെ ഒരു പെട്ടി പോലെ വലിയ പെട്ടി, അതിന്റെ ഇങ്ങനെ നേരെ മാറ്റി എടുക്കാം. ആദ്യം ഒരു 3-4 മുറിയാണ്. ഒരു മുറി വിത്ത്, ബാക്കിയുള്ളത് നെല്ലും ഇട്ട് അന്നേരം അത് പിന്നെ ഒന്നും കൂടെ പാറ്റിയിട്ട് ഒന്നും കൂടെ ഉണക്കി ഇത്തിരി കാഞ്ഞിരത്തിന്റെ ഇല കൊണ്ടുവന്ന് മുറിച്ച് അതിനകത്തിട്ട് വാരി. ഈ പാറ്റ കയറാതിരിക്കാനോ? പാറ്റാതെ വാരി പത്തായത്തി ഇട്ട് പത്തായം അമ്മയമ്മ കൂട്ടും. അല്ല നമുക്ക് ആവശ്യമുള്ള അരി നെല്ലെടുത്തിട്ട് ബാക്കി വിൽക്കും. അമ്മയ്ക്കൊരു കണക്കുണ്ട്, നെല്ല് ഇത്രയും മതിയെന്നുള്ളത്. അന്ന് ഈ നെല്ലൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ അന്ന് ഇതുപോലെ ബാങ്കിൽ ഇടുവോ? ബാങ്ക് ഉണ്ടോ? അതെല്ലാം അമ്മയുടെ കയ്യിലിരിക്കോ? പഞ്ചായത്താനും അമ്മയും കൂടെ സ്വരി കൂട്ടി ആദ്യം 1 ഏക്കർ വസ്തു കണ്ടേ ഉള്ളായിരുന്നു.
പിന്നെ ഇങ്ങനെയൊക്കെ കൊടുത്താ പിന്നെ വസ്തുവൊക്കെ ഇഷ്ടം പോലെ വീഴ്ച. ആലിസ് താമസിക്കുന്നിടമൊക്കെ അപ്പുറത്ത് ഹോട്ടൽ താമസമുണ്ട്. അവരുടെ പെമ്മക്കളെയൊക്കെ കെട്ടിക്കാൻ നേരം വെറും 80 രൂപ കൊടുത്താ മേടിച്ച് ഒരേക്കറിനെ. അന്നൊക്കെ ഒരേക്കർ സ്ഥലത്തിന് 80 രൂപയേ ഉള്ളൂ. ഇന്നിപ്പോ ഒരേക്കർ സ്ഥലത്തിന് സെന്റിന് മിനിമം 2 ലക്ഷം രൂപയെങ്കിലും ഉണ്ട് ഇവിടെ ഗ്രാമപ്രദേശത്തൊക്കെ. അന്നൊക്കെ വിലയില്ല വസ്തുവിനും. 10 സെന്റ് സ്ഥലം മേടിക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. അപ്പൊ ഒരു ഏക്കർ സ്ഥലം മേടിക്കണമെങ്കിലോ 2 കോടി രൂപ വേണം. ഒരേക്കർ വസ്തു മേടിക്കണം. 2 കോടി രൂപ വേണം. അങ്ങനെ നെല്ലെല്ലാം അളന്ന് പിന്നെ അളന്നേ 10,000 കൊണ്ടിടും. അതെ ഞാൻ ചോദിച്ചേ അമ്മ. അളന്ന് 10,000 കൊണ്ടിട്ട് 10,000 കൂട്ടി പുഴുങ്ങാൻ നേരം കുട്ടമുണ്ട്. കുട്ടകം എന്ന് പറഞ്ഞാൽ വലിയ കുട്ടളം എന്ന് പറയും. ഇങ്ങനെ ഹൈറ്റ് കൂടിയിട്ട് ഇങ്ങനെ ഉരുണ്ട പാത്രം. അത് ചെമ്പാണോ? ചെമ്പല്ലേ? ചെമ്പന്റെ ഇന്ത്യാലയത്തിന്റെ കണ്ടിട്ടുണ്ട്. ചെമ്പാത് 6 പറ കൊള്ളുന്നത് ഒരു കുട്ടത്തിനകത്തോട്ട്. 6 പറ എന്ന് പറഞ്ഞാൽ ഒരു പറ എത്ര കിലോ? 10 ഇടങ്ങഴി. 10 ഇടങ്ങഴി. ചങ്ങഴി ഉണ്ട്. അതായത് ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ 4 നാഴി. നമ്മുടെ പക്കായ്ക്ക് അമ്മ അങ്ങനെ പറഞ്ഞ എനിക്കറിയത്തില്ല. അതായത് ഒരിടങ്ങഴി എന്ന് ഒരു പറ എന്ന് പറഞ്ഞാൽ 10 ഇടങ്ങഴി. ഒരിടങ്ങഴി എന്ന് പറഞ്ഞാൽ 4 നാഴി. 4 നാഴി. ഈ 4 നാഴി ഒരിടങ്ങഴി എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോ വരും. 1 കിലോ. അപ്പൊ ഒരു പറ എന്ന് പറഞ്ഞാൽ 10 കിലോ വരും. അപ്പൊ 10 പറ എന്ന് പറഞ്ഞാൽ 100 കിലോ. 100 കിലോളം പുഴുങ്ങും. അങ്ങനെ ഒരു ദിവസം രാവിലെ നെല്ല് വാരി കുട്ടത്തി കൊണ്ടിട്ട് വെള്ളം ഒഴിച്ച് ചൂടാക്കി അങ്ങോട്ടും പത വരുമ്പേ വാട്ടിയിടും. നെല്ല് വാട്ടിയിടും. രാവിലെ തിളപ്പിച്ചിട്ടിട്ട് കൈയിട്ട് പിഴുങ്ങിയെടുക്കും. വേവത്തൊക്കെ പരുവത്തിന് മാത്രം. പിന്നെ ആവി വന്നാൽ മതിയാവും. വേവുന്ന ആവി വന്ന് വേവുന്ന പരുവത്തിന് കുറച്ച് വെള്ളം അടുക്കി വെച്ചേക്കും. നെല്ല് വെന്ത് വരുമ്പോൾ ഒഴിച്ചു കളയാൻ കാണരുത്. വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 2 ആവി വരും. അടച്ച് വെച്ച് 2 ആവി വരുമ്പോഴത്തേക്ക് എല്ലാം മോടം പൊട്ടും. വിണ്ട് പൊട്ടും. നെല്ലിങ്ങ പൊട്ടി വന്ന് ചോറല്ല ചുമന്ന അതിന്റെ ഒരു ചവരും ഇങ്ങനെ വിണ്ട് വരും. അതാണ് കണക്ക്. നല്ല എല്ലാം മോടം പൊട്ടി കഴിഞ്ഞ് കൊട്ടകളി കോരിയിട്ട് വെച്ച് പനമ്പ് അന്ന് മേളിലും ഇടാനുണ്ടോ? പനമ്പ്. മകരത്തിലാണെങ്കിൽ മിറ്റം തളിച്ചിടും. പനമ്പ് ചാണകം വെച്ച് മെഴുകുമോമേ? ഇല്ലേ, ചാണകം വെച്ച് മെഴുകത്തില്ല പനമ്പ്. വലിയ പരമ്പ് ചിങ്ങത്തെ മതി പരമ്പ്. അല്ലാത്ത പിന്നെ മകരത്തിലാണെങ്കിൽ ഇത് വരുമ്പോഴത്തേക്ക് ഉണക്കറ്റിയോ മിറ്റം എല്ലാം പൊട്ടി തല്ലി തളിച്ചിടും ചാണകത്തിന്. അതെ ഞാൻ ചോദിച്ചത്. മിറ്റത്താണ് ചാണകം ഇടുന്നത്. മിറ്റത്താണെങ്കിൽ നേരം മിറ്റത്ത് ഇട്ടാൻ ഉണക്കും. തറ ഒരു കുഴിയുണ്ട് കുത്തുന്നത്. നെല്ല് കുത്താൻ അന്ന് ഉരലിലും അല്ല. കാരണം ഉരലില് കുത്തുന്നതിനൊരു കണക്കുണ്ട്. ഇതിന്റെ ഉമിയെല്ലാം പോക്കിയിട്ട് നെല്ല് തറ. അപ്പൊ ഇത് 2 ഘട്ടമായിട്ടാണ് ഇവര് നെല്ല് കുത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ആദ്യമേ തറയിൽ ഇങ്ങനെ കുഴി കുഴിച്ചിട്ടേക്കുവാ. ആ കുഴിക്കകത്ത് എന്തുവാ മച്ചി? മെഴുകിയിട്ടേക്കുവാ. നെല്ലിട്ട് ഒത്തിരി കുഴിയില്ല. ആ കുഴി എന്തുവാ? ഈ മണ്ണ് തന്നെയാണോ? മണ്ണാണ് അന്നത്തേക്ക് ചോറിനകത്തൊക്കെ കല്ല് ഇടിച്ചിടിച്ചൊക്കെ തറഞ്ഞ് നല്ല ഇതായിട്ട് കിടക്കുക. പിന്നെ ഇടിയത്തില്ല. ഇടി വന്നെങ്കിൽ നമ്മൾ വെറുതെ തളിച്ചിടും. അങ്ങനെ എല്ലാരും കൂടെ അമ്മയും വലിയ ചേർത്തി പിന്നെ അപ്പൊ അങ്ങനെ നെല്ല് എല്ലാവരും കൂടെ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം പിന്നെ ഒന്നോടെ ശരിക്കും പോളിഷ് ചെയ്തെടുക്കാനാണ് ഓയിൽ ഉപയോഗിച്ചത്. ഭൂമിയെല്ലാം കളഞ്ഞ് അമ്മ പാറ്റി എടുത്തിട്ട് ഉരളിയിട്ട് വയ്ക്കും. അത് ചവര് കളയാനാണ് ഓയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ തവിടുവാൻ അവച്ചെടുക്കുമ്പോഴാ ഞങ്ങൾ പറയുന്ന അമ്മ തവിട് എടുത്ത് തരണേന്ന്. തവിട് അതിന്റെ കാര്യമാണ് അമ്മ പറഞ്ഞത്. ശർക്കര കൂട്ടി കുഴച്ച് തിന്നുന്നത്. ശർക്കര തേങ്ങയും ശർക്കരയും കരിപ്പോട്ടിയും കൂടി ഇട്ട് ഇളക്കി എല്ലാരും തിന്നാം.